എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് മറ്റൊരു ഫണ്ടഡ് അക്കൗണ്ടാണ്. ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവര് ആദ്യത്തെ ഡീസെൻട്രലൈസ്ഡ് ഫണ്ടഡ് അക്കൗണ്ട് ആവാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ഫണ്ടഡ് അക്കൗണ്ട് ബാക്ക്ഡ് ബൈ ഹൈപ്പർ ലിക്വിഡ്. അതായത് ഹൈപ്പർ ലിക്വിഡിന്റെ ലിക്വിഡിറ്റിയും കാര്യങ്ങളും ഒക്കെ ബാക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഈ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു കമ്പനി വന്നിട്ടുള്ളത്. പോരാഞ്ഞിട്ട് ഈ ഒരു കമ്പനിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒരു സ്റ്റേജ് മാത്രം നിങ്ങൾക്ക് ഇവിടെ പാസ്സാക്കിയാൽ മതി. അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഫണ്ടഡ് അക്കൗണ്ട്, ഞാൻ നേരത്തെ ബിറ്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് 2 സ്റ്റേജ് ഉണ്ട്. ആ 2 സ്റ്റേജും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മൂന്നാമത്തെ ലൈവ് അക്കൗണ്ട് കൈയിൽ കിട്ടത്തുള്ളൂ. എന്നാൽ ഇവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് നേരെ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് ലൈവായിട്ട് കൈ കിട്ടും. പോരാഞ്ഞിട്ട് UPI പേയ്മെന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ക്രിപ്റ്റോ ആയിട്ടൊന്നും വേണ്ട. നിങ്ങളുടെ അക്കൗണ്ട് ത്രൂ INR വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ബൈ ചെയ്ത് ആ ഒരു ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് കയ്യിൽ ട്രേഡ് ചെയ്യാൻ ഫണ്ടില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം. മാർക്കറ്റിലേക്ക് എൻ്റെ കയ്യിൽ ഫണ്ടില്ലാതെ എനിക്ക് പക്ഷേ ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എക്സിബിറ്റ് ഫണ്ട് എന്നാണ് ഈ ഒരു അക്കൗണ്ടിന്റെ പേര്. എക്സിബിറ്റ് ഫണ്ട് ഡോട്ട് കോം. നമുക്ക് അവരുടെ ട്വിറ്റർ അവരിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിൽ കുറേ ആൾക്കാർ അത്യാവശ്യം 2, 3, 4, 5 പേര് അവർ ട്വിറ്ററിൽ ഒഫീഷ്യലി ഇട്ടിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് ത്രൂ അവർ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്. ഏൺ ചെയ്യുന്നത് വെച്ചാൽ അവർ അക്കൗണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് അവർ പാസ്സാക്കി. കാരണം മാർക്കറ്റ് നല്ലൊരു ഫോമിലാണിപ്പോൾ കഴിഞ്ഞ ഒരു 3, 4, 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ നിൽക്കുന്നത്. ഒക്ടോബറിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ടോക്കൺ 2049, അതായത് ടോക്കൺ 2049 സിംഗപ്പൂർ വെച്ച് വലിയ ക്രിപ്റ്റോ ഇവന്റും കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടത്തേക്കും എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഈ ഒരു എക്സിബിറ്റ് ഫണ്ട്സ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്വിറ്ററിൽ ഇപ്പോൾ അവർ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരിപ്പോൾ ജസ്റ്റ് തുടങ്ങിയ സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ ഒന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞെടുത്തതാണ്. ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ അവരുടെ കുറച്ച് ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു നോർമൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നോർമൽ ഫണ്ടഡ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എൻ്റെ ഇൻവൈറ്റ് കോഡും കൊടുത്തേക്കാം. അത് നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് രജിസ്റ്റർ കൊടുക്കുക. മെയിലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ദാ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എനിക്ക് $1,00,000 അക്കൗണ്ടാണ് ഇരിക്കുന്നത്. വെയിറ്റ് ചെയ്യ്. ഞാൻ ഓക്കെ. എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് $1,00,000 ഞാൻ ടോപ്പ് തന്നെ അങ്ങ് എടുത്തായിരുന്നു. ഞാൻ സ്മോൾ അക്കൗണ്ട് അല്ല എടുത്തിട്ടുള്ളത്. നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കണക്ക് 1 സ്റ്റെപ്പ് ചലഞ്ചും 2 സ്റ്റെപ്പ് ചലഞ്ചും ഉണ്ട്. അതായത് ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് സ്മാർട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ 1 സ്റ്റെപ്പിൻ്റെ ചലഞ്ച് തന്നെ ചൂസ് ചെയ്യണം. കാരണം 1 സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ലൈവായിട്ട് കിട്ടുകയും ചെയ്യും. അതായത് ഈ 2 സ്റ്റെപ്പിലുള്ള എല്ലാം ഇതും 1 സ്റ്റെപ്പിലും ഉണ്ട്. അതായത് 2 സ്റ്റെപ്പിൽ ബേസ് ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്, ഇന്റർമീഡിയേറ്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്, എക്സ്പെർട്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എക്സ്പെർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ട്രേഡിങ്ങിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഈ 2 സ്റ്റെപ്പ് എടുക്കണ്ട. നിങ്ങൾ 1 സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. കാരണം 2 സ്റ്റെപ്പും 1 സ്റ്റെപ്പും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഇവർക്ക് ഈ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പേയ്മെൻറ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഇപ്പോൾ ബേസിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $79 നമുക്ക് ബേസിന് മിനിമം വരുന്നത്. അത് ക്രിപ്റ്റോ, INR, സ്ട്രൈപ്പ് വെച്ച് ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബേസിൽ തന്നെ നമുക്ക് 1 സ്റ്റെപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 സ്റ്റെപ്പിൽ $99 നിങ്ങൾക്ക് ഈ പറയുന്ന $5,000 ബേസ് കിട്ടും. അതായത് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് 79 കിട്ടുന്നത് ഇവിടെ 99 കിട്ടും. ഒരു സ്റ്റേജ് നിങ്ങൾക്ക് എന്തിനാണ് വെറുതെ ഒരു സ്റ്റേജും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ആ ഒരു സ്റ്റേജ് മാത്രം വെച്ച് തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2. സ്റ്റേജ് 1ൽ നിങ്ങൾ 10% പ്രോഫിറ്റ് എടുക്കണം മൊത്തം. സ്റ്റേജ് 2 അൺലിമിറ്റഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അക്കൗണ്ട് കിട്ടും. മാക്സിമം ഡെയിലി ലോസ് 4% വെച്ച് 2 സ്റ്റേജും. 4% അവർ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം ലോസ് 6% പറഞ്ഞിട്ടുള്ളത്. മിനിമം ട്രേഡ് ദിവസം 5 ദിവസം മിനിമം നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടി വരും. പിന്നെ ട്രേഡിംഗ് പീരിയഡ് അൺലിമിറ്റഡ് ആണ്. മാക്സിമം ലിവറേജ് 1:5 അവർ കട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1:5 വരെ ഉള്ളൂ മാക്സിമം. അത് കഴിയുമ്പോൾ ഓഫ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാ സ്റ്റേജും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഓരോ സ്റ്റേജിനും എത്ര പ്രോഫിറ്റ് എടുക്കണം, എത്ര ഇതെടുക്കണമെന്നൊക്കെ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഏകദേശം 10% തന്നെയാണ് അവർക്ക് വരുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2 അൺലിമിറ്റഡ്. ഇനി 2 സ്റ്റെപ്പാണ് നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ സ്റ്റേജ് 1ൽ 8ഉം സ്റ്റേജ് 2ൽ 5ഉം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 8 കഴിഞ്ഞ് 9, 10, 11, 12, 13. 13 നിങ്ങൾ എടുക്കേണ്ടി വരും. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ 13 എടുക്കേണ്ടി വരും. സ്റ്റാർട്ടർ എല്ലാത്തിലും നിങ്ങൾ 13 എടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും ഭേദം നിങ്ങൾക്ക് ഈ പറയുന്ന 1 സ്റ്റെപ്പിൽ നിന്ന്
10% എടുക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ $5000 ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് $500 പ്രോഫിറ്റ് എടുക്കേണ്ടി വരും മൊത്തത്തിൽ. അത് കുറച്ച് മാർക്കറ്റ് നോക്കിയിരുന്ന് അത്യാവശ്യം ട്രേഡ് ചെയ്യാൻ കേപ്പബിൾ ആയ ഒരു വ്യക്തിക്കാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന $5000 അക്കൗണ്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് വിഡ്രോവൽ എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ അക്കൗണ്ട് പാസ്സാക്കിയിട്ടില്ല. എനിക്ക് $1,00,000 അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് പാസ്സാക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം ഈ 5000 ഈ പറയുന്ന ചെറിയ അക്കൗണ്ട് അല്ല ഞാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ ചെറുതൊരെണ്ണം നോക്കിയായിരുന്നു. പക്ഷേ അത് കൈ കിട്ടി വിത്തിൻ സെക്കൻഡ്സ്, അതായത് കുറച്ച് സമയം കൊണ്ട് അതങ്ങ് പോയി. അതായത് ഇവരൊരു $19 ഒരു ഇൻട്രൊഡ്യൂസിംഗ് ഓഫർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഇൻട്രൊഡ്യൂസിംഗ് ഓഫറാണ്. കാരണം $19 നിങ്ങൾക്ക് $1000 വർത്തുള്ള അക്കൗണ്ട് ഇവർ കൈ തരും. അപ്പോൾ അത് ഹെവി യൂസ്ഫുൾ ആണ്. അതായത് നിങ്ങൾക്ക് $19 കൊടുത്താൽ മതി. $1000 അക്കൗണ്ട് ഇട്ട് $100 പ്രോഫിറ്റ് എടുത്താൽ മതി. നിങ്ങൾക്ക് $1000 അക്കൗണ്ട് കയ്യിൽ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കിട്ടണ സമയത്ത് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാം. ഇത് വന്ന് കുറച്ച് സമയത്തിനകത്ത് അവരങ്ങ് ക്ലോസ് ചെയ്തു. കാരണം അത്രമാത്രം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കയറി അതെല്ലാം ബൈ ചെയ്തുകൊണ്ട് പോയി. അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സെയിൽസ് വന്നു. അപ്പോൾ പിന്നെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ബൈയിങ് എമൗണ്ടിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. എത്ര ലോസ്, എത്ര പ്രോഫിറ്റ്, എത്ര ട്രേഡിംഗ് പീരീഡ്, കാര്യങ്ങളെല്ലാം. ഇതൊക്കെ വളരെ സിമ്പിളാണ് ഇതൊക്കെ. ഇനി നമുക്ക് ട്രേഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ ട്രേഡിങ്ങിൽ ഇതാണ് നമ്മുടെ ചാർട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബിറ്റ്കോയിൻ ഉണ്ട്, എതീരിയം ഉണ്ട്, സൊലാനോ ഉണ്ട്, ഹൈപ്പ് ഉണ്ട്, XRP ഡോജ്, കുറച്ച് കോയിൻസ് ENA ഉണ്ട്, ലിങ്ക് ഉണ്ട്. കുറച്ച് കോയിൻസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് കോയിൻസ് ഇല്ല. ഇതിൽ കുറച്ച് കോയിൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മൊബൈലിലേക്ക് യൂസർ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെയറാണോ നിങ്ങൾക്ക് ആ ഒരു പെയറിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയറിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അത് നിങ്ങൾ ട്രേഡിംഗ് നോക്കി കണ്ട് എടുത്ത് നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുത്താൽ മതി. ചാടിക്കുതിച്ച് പോയിട്ട് ബൈ ചെയ്തിട്ട് ട്രേഡ് എടുത്ത് ലോസ് ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കുക, എടുക്കുക. ഇത് പിന്നെ ഒരു ഡെക്സ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ ലിക്വിഡിൻ്റെ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഓളിയവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രോജക്റ്റിൽ വരും. പിന്നെ ഒരു ഡെക്സ് സംബന്ധമാണ്, അതായത് ഡീസെൻട്രലൈസ്ഡ് ഇത് വരുന്നതുകൊണ്ടാണ് ഈ USD മാത്രം നിൽക്കുന്നത്. USDT അല്ലാതെ USD അത് ഹൈപ്പർ ലിക്വിഡിൻ്റെ ബാക്കപ്പ് ആയതുകൊണ്ട് മാത്രമാണ്. ഹൈപ്പർ ലിക്വിഡ് എന്ന് പറയുന്നത് വലിയൊരു പ്രോജക്റ്റാണ്. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓൾറെഡി മാർക്കറ്റിലുള്ളവർക്കാണെങ്കിൽ അറിയാം. കഴിഞ്ഞ ടൈമിൽ ഏറ്റവും വലിയ എയർ ഡ്രോപ്പ് കൊടുത്തത് തന്നെ ഹൈപ്പർ ലിക്വിഡാണ്. 1000 ടോക്കൺ 2000 ടോക്കണൊക്കെ കിട്ടിയവർക്ക് ഏകദേശം $1,00,000 എയർ ഡ്രോപ്പൊക്കെയാണത് ഈ കിട്ടിയത്. ഹൈപ്പർ ലിക്വിഡ് എയ്വോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണറും കാര്യങ്ങളൊക്കെ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു എക്സിബിറ്റ് വച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ട്രൈ ചെയ്യുക. ഇനി ഇത്രയേ ഉള്ളൂ ഇതിൽ വരാനുള്ളത്. ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇവിടെ $1,00,000 കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് ട്രേഡ് ചെയ്തിട്ടില്ല. എനിക്ക് മാക്സിമം PNL 8% ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം അക്കൗണ്ട് സെക്ഷൻ ഇപ്പോൾ ഡെമോ അക്കൗണ്ട് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം ഡെമോ മീൻസ് എൻ്റെ ആക്റ്റീവ് ആയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം 14%, 13-14% ഞാനിതിൽ ടോട്ടൽ എടുക്കണം $1,00,000. അപ്പോൾ ഏകദേശം ഒരു $14,000 അടുപ്പിച്ച് ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ പ്രോഫിറ്റ് എടുത്താൽ മാത്രമേ എൻ്റെ അക്കൗണ്ട് ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ചെറിയ അക്കൗണ്ട് എടുക്കുക, പണി തുടങ്ങുക. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ചെറിയ അക്കൗണ്ട് എടുക്കുക, നിങ്ങളുടെ പണി തുടങ്ങുക. പിന്നെ ഇതൊരു ഡെക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇതിലുണ്ടായിരിക്കും. അതോടൊപ്പം ഒരു ഡീസെൻട്രലൈസ്ഡ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെയും എല്ലാ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഉറപ്പായിട്ടും ഞാൻ മാർക്കറ്റിൽ ഫുൾ ടൈമായിട്ട് ഇരിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന കറക്റ്റായിട്ട് ട്രേഡിംഗ് സംബന്ധമായ വീഡിയോസ് ഇടണം. പറ്റുമെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാനുള്ള പ്ലാനാണ്. അതിപ്പോൾ നമുക്ക് ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ മാർക്കറ്റിലേക്കും കടക്കാം. ഒറ്റ മാർക്കറ്റിൽ മാത്രം ഇരുന്നിട്ട് എന്തോ കാര്യമാണ്. അതുകൊണ്ടിപ്പം എല്ലാ ആൾക്കാരും മൾട്ടിപ്പിൾ മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് എല്ലാ മാർക്കറ്റിലേക്കും അങ്ങ് ഇറങ്ങാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലത്തെ പ്രോജക്ട്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും 2 കൽപ്പിച്ച് അങ്ങ് ട്രേഡിങ്ങിലോട്ട് ഇരിക്കുവാണ് അടുത്ത കുറച്ച് നാളത്തേക്ക്. മേ ബി ഒരു 2-3 വർഷത്തേക്ക് ഞാൻ കാണും. അഥവാ എൻ്റെ ചാനൽ എന്തെങ്കിലും കാരണം കൊണ്ട് പോയി കഴിഞ്ഞാൽ പുതിയ ചാനലുമായിട്ട് വരും. കാരണം യൂട്യൂബിൽ നിന്ന് ഒരു കുന്തവും കിട്ടുന്നില്ല, ഇൻകവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റയിലേക്ക് വരിക. പിന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരിക, ടെലിഗ്രാമിലേക്ക് വരിക. ടെലിഗ്രാം ഞാൻ റെയർലി പോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. എനിക്ക് മെജോറിറ്റി ആയിട്ട് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ യൂട്യൂബിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ നേരെ ഇൻസ്റ്റയിലോട്ട് വരും. അത്ര തന്നെ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പുതിയ ചാനലും തുടങ്ങും. കാരണം ഒരുപാട് ആൾക്കാരുടെ ചാനൽ യൂട്യൂബ് തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം വിത്തൗട്ട് എനി റീസൺ ചുമ്മാ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. കൂടാതെ എൻ്റെ മറ്റ് സോഷ്യൽ മീഡിയാസ് എല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലാണ് വരെ.